ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദിൽഖുഷാണ്. എൻ്റെ ത്രോട്ടിൻ്റെ പ്രോബ്ലം മാറി വരുന്നതേ ഉള്ളൂ, പൂർണ്ണമായിട്ട് സുഖപ്പെട്ടിട്ടില്ല. കുറച്ച് ദിവസം കൂടി പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദിൽഖുഷ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് ഓയിലും, വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 1/4 കപ്പ് മിൽക്കും, 1 മുട്ടയും, 11 ഗ്രാമിൻ്റെ ഈസ്റ്റും, 4 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളവും, ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈസ്റ്റും പഞ്ചസാരയും ചെറു ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഈ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തില്ല. ഇനി ഇത് മൂടി 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഈസ്റ്റ് ഇവിടെ ആക്റ്റീവായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന മിൽക്കും ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എല്ലാം കൂടി മിക്സ് ആവത്തക്ക രീതിയിൽ ഒന്നും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കൈ നന്നായി വാഷ് ചെയ്ത ശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് തട്ടിയിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നല്ല ശക്തിയായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കണം. പാത്രം മൂടിയിട്ട് 1 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇത് പൊങ്ങുന്ന നേരം കൊണ്ട് നമുക്കിതിനുള്ളിലേക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, ഞാനിവിടെ 3 കളർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ, റെഡ്, യെല്ലോ, 1/2 ടേബിൾ സ്പൂൺ ചെറി 2ആയിട്ട് കട്ട് ചെയ്തത്. ഈ ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ തേങ്ങയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയും പഞ്ചസാര പൊടിയും ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും നെയ്യും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ദിൽഖുഷിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം. മാവ് ഇവിടെ ഡബിളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ 2 പോർഷനാക്കി മാറ്റാം. അതിൽ ഒരു പോർഷൻ കുറച്ച് വലുതും 1 കുറച്ച് ചെറുതുമാണ്. ഈ വലിയ പോർഷനാണ് മുകളിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ടേബിൾ കൗണ്ടർ നന്നായി തുടച്ചിട്ട് നമുക്ക് ഈ മാവിനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് വലിയൊരു പോർഷനാണ്, ഇത് കുറച്ച് ചെറുതുമാണ്. ഇനി ഈ മാവ് നമുക്ക് 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കണം. നമുക്ക് കുറച്ച് മാവൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതൊന്ന് പരത്തി കൊടുക്കാം.
1/4 കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കേണ്ടത്. ഈ പരത്തിയ മാവിനെ മാറ്റി വെച്ചിട്ട് മറ്റേ പീസ് മാവെടുത്ത് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇത് കുറച്ച് വലിപ്പത്തിലാണ് ഞാനിത് പരത്തിയിരിക്കുന്നത്. കാരണം ഇത് മുകളിൽ വെച്ചിട്ട് കവർ ചെയ്യുന്ന ഷീറ്റാണ്. ഈ ബേക്ക് ചെയ്യാനുള്ള ട്രേ എടുക്കാം. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് പരത്തിയ ഷീറ്റിനെ വെച്ച് കൊടുക്കാം. ഇതിനുള്ളിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് നിരത്തി നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഫില്ലിങ് വയ്ക്കുമ്പോൾ ഈ എഡ്ജിലേക്ക് ഫില്ലിങ് വരരുത്. ഇനി ഇതിന് പുറത്തേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന വലിയ പീസ് മാവ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ എഡ്ജൊന്ന് അമർത്തി കൊടുക്കണം. നല്ലവണ്ണം ഇതിൻ്റെ എഡ്ജ് നമ്മൾ അമർത്തി വെച്ചില്ലെങ്കിൽ ഇത് ബേക്ക് ചെയ്യുമ്പോൾ വിട്ട് വരും. വീണ്ടും നമുക്കിത് പാത്രം കൊണ്ട് മൂടി ഒരു 15 മിനിറ്റ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം. മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട എടുത്ത് ബീറ്റ് ചെയ്ത് ഈ ദിൽഖുഷിൻ്റെ മാവിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ദിൽഖുഷ് ഇവിടെ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.